सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. എടുക്ക് വയറ് പിടിച്ച് വലിക്ക്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാ പിന്നെ ഒരു ബാക്കപ്പ് ഉണ്ടാവില്ല. ഇവിടെ ജനറേറ്ററുമുണ്ട്, ബാറ്ററിയുമുണ്ട്. എനിക്ക് കുറച്ചു നേരം ഡാൻസ് കളിക്കണം. വിട്ടേക്ക്. നിന്നെയൊക്കെ എടാ, നമ്മളൊക്കെ ഇവിടെ ഒരു സീരിയസ് മിഷന് വേണ്ടിയാ വന്നിരിക്കുന്നേ, മനസ്സിലായടാ? അതെങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെയൊക്കെ ഞാൻ ഒന്ന് കുഴിച്ചു പോടും, പറഞ്ഞേക്കാം. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ മെൻഡോസ് കൊടുക്കാൻ പോകുന്നത് ഇഡ്ഡലിയും ദോശയുമാണ്. വാവ്, ശിവയുടെ ആളുകൾ അവർക്ക് കേക്ക് കൊടുത്തു. നമുക്ക് അവർക്ക് ഇഡ്ഡലി ദോശയും കൊടുക്കാം. ഒരു മിനിറ്റ് ബോസേ. ബോസേ, ഇഡ്ഡലി ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതൊക്കെ ഉണ്ടാക്കി തരാന്നേ. ഞാൻ അതിൽ എക്സ്പേർട്ടാ. നിന്നെയൊക്കെ എന്താടാ ചെയ്യേണ്ടത്? ഓ, ഇതെന്റെ ഡയലോഗാ. മര്യാദയ്ക്ക് പഴയതുപോലെ ഇവിടെ വരൂ. നീ ഇപ്പൊ ചെറുതായില്ലേ, നിനക്കിപ്പോ എന്തോ നാടെ തോന്നുന്നത്? എനിക്ക് എന്താ സംഭവിച്ചേ? വൈദ്യരെ, എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ വിട്. എന്താ വേണ്ടേ? എന്താ വേണ്ടത്? നീ എത്ര ഒച്ച വെച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല, ഞാനല്ലാതെ. ഇനി പറയൂ, ആ പ്ലൂനറ്റോറിയം കല്ലുകൾ എവിടെയാണുള്ളത്? അത് തന്നെ നിങ്ങൾ ബോംബ് സ്ഫോടനമൊക്കെ നടത്താറില്ലേ? അതിനെ പറ്റി ഞാൻ ചോദിച്ചത്. അതിനെ ഞങ്ങൾ പ്ലൂനറ്റോറിയം എന്നാണ് പറയാറ്. അത് എവിടെയാണുള്ളത്? ഞാനൊന്നും പറയില്ല. പറയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരു കൊതുകിനെ ഞെരിക്കുന്ന പോലെ ഞെരിക്കേക്കാം. എന്നിട്ട് ഞാൻ വേറൊരുത്തരോട് ചോദിച്ചോളാം. ശരി, ഞാൻ പറയാം. ഞാൻ പറഞ്ഞേക്കാം. ആദ്യം എന്നെ പഴയ പോലെ ആക്ക്, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായി പറയാം. എന്നെ ശരിയാക്ക്. പക്ഷേ ഒരു കണ്ടീഷൻ, നീ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണം. ആ, കൂട്ടിക്കൊണ്ടുപോവാം. സത്യമായിട്ടും കൂട്ടിക്കൊണ്ടുപോവാം. നിങ്ങളെ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുപോവാം. ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് നിങ്ങൾ ചോദിക്കുന്ന ഈ മലയുള്ളത്. ഇപ്പൊ നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നന്നായി ശ്രദ്ധിച്ചോ. നിന്നെ രക്ഷിക്കാൻ ആരും നമ്മളെ ഫോളോ ചെയ്ത് വരാൻ പോകുന്നില്ല. Come on out everyone. എല്ലാവരും പുറത്തേക്ക് വരൂ. ശിവ മഹാരാജാവേ, എല്ലാവരും വരൂ. എന്തു പറ്റി മാൻഡൂസ? മാൻഡൂസ അല്ല, മാഡ് മാൻഡൂസ എന്ന് പറയേ. ഞാൻ എപ്പോഴാണ് മേടാകുന്നത് അപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ജീവിതം ഞാൻ സാഡാക്കും. ഇഡ്ഡലിയും ദോശയും കഴിച്ച്. നിങ്ങൾക്ക് ഇഡ്ഡലി ദോശ ആരാ തന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്കത് കഴിക്കാൻ ആരും തന്നില്ലല്ലോ. എന്താ ഈ പറയുന്നേ? ഞാനിപ്പോ തമാശയൊന്നും പറയാനുള്ള മൂഡിലല്ലടാ ചെറുക്ക. ഞങ്ങള് പ്ലൂനറ്റോറിയം കല്ല് എടുക്കാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ആരും എന്റെ പുറകെ വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഈ ഏർപ്പാട്. ഇന്നാ പിടിച്ചോ. കൊച്ചുകുട്ടികളെ പോലെ ഉണ്ടല്ലോ. അവൻ അവന്റെ അടുത്തുള്ള ഗണ്ണാണ് ഉപയോഗിക്കുന്നത്.
ആ ഗണ്ണ് എന്തിന്റെ അടുത്തോടെ വന്നെന്ന് ഇപ്പൊ മനസ്സിലായി. ഇവിടെയുള്ള എല്ലാവരും അത് ഉപയോഗിച്ച് ചെറുതാക്കാൻ പോവാണ്. എല്ലാവരും എന്ത് പറയുന്നു? എങ്ങനെയുണ്ട്? നീ എന്ത് പറയുന്നടാ കുട്ടി? ഇനി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കപ്പെടാ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ കത്തുന്ന മണം എവിടുന്നാ വരുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കത്തിക്കാൻ പറ്റിയ സ്ഥലമാണോടെ അത്? എന്റെ ദൈവമേ, എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവനെ അറ്റാക്ക് ചെയ്യണം. എല്ലാവരും ഓടിക്കോ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇവരെയൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇനി സമയം കളയണ്ട, വേഗം വേഗം ഓട്. മഹാരാജാവേ, ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്തുള്ള മലയിലുള്ള വെടിക്കൽ അവർക്ക് വേണോ അത്രേ? എന്റെ കൂടെ വരാന്ന് പറഞ്ഞത് നീ മറന്നു പോയടാ. വന്ന് കാണിക്കേ, വാടാ, കേറങ്ങോട്ട്. അല്ല, എല്ലാവരും പോയല്ലോ. എന്റെ സ്കൂട്ടറെ ഒന്ന് സ്റ്റാർട്ട് ആവാ. ഞാൻ സന്തോഷായിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാതെ തോന്നുന്നത്. ബോസേ നിൽക്കൂ. അവരൊക്കെ എവിടേക്ക് പോയി? നമുക്ക് അവരെ വേഗം പിടിച്ചേ പറ്റൂ. എന്റെ ശിപ്പായി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അവര് ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്തുള്ള മലയിലേക്കാ പോകുന്നത്. അവർക്ക് അവിടെയുള്ള വെടിക്കല്ലാണ് വേണ്ടത് അത്രേ. ഞാൻ നിങ്ങളെ ഷോർട്ട് കട്ടിലൂടെ കൂട്ടിക്കൊണ്ടുപോകാം. വരൂ, പോകാം. എല്ലാവർക്കും ഒരേ സമയത്ത് അവരുടെ മുമ്പ് പോകാൻ കഴിയില്ല. മഹാരാജാവേ, നിങ്ങളും ലഡു സിംഗ് സാറും പോയി അവരോട് സംസാരിച്ച് അവരുടെ ശ്രദ്ധ തിരിക്കൂ. അപ്പോഴേക്കും ഞങ്ങൾ ആ ഗണ്ണെടുക്കാം. അതെ, വേണ്ട. അവൻ അല്ലെങ്കിൽ നമ്മളെ ഇത്രയ്ക്കും കുഞ്ഞ് സൈസ് ആക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ ലഡു സിംഗ് സാറേ, നമ്മളിപ്പോ ഇങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മളെ വലുതാക്കാനുള്ള ഗണ്ണ് എങ്ങനെയാ കിട്ടുന്നേ? പറയൂ, വരൂ, നമുക്ക് പോവാം. വേണ്ട, ഞങ്ങളെ തല്ലല്ലേ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, നിക്ക്. ഓഹോ, ലഡു സിംഗ് സാറ് കൂടെ മഹാരാജാവും ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദൂരം വന്നത്? ഒരുപക്ഷെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ, ഒന്നും മതിയാക്ക്. എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വലുതാക്കുന്നേ. ഞാനിപ്പോ ശിവയുടെ ഒപ്പം അല്ലെന്നേ. ഞാൻ ആരെയും പിടിക്കാൻ പോകുന്നില്ല. അതൊക്കെ ശിവയാണ് ചെയ്യാറുള്ളത്. അവനെ പിടിക്ക്. അവനെ വേഗം പോയി പിടിക്കാനല്ലേ പറഞ്ഞ. എന്നെ ഒന്ന് വേഗം വലുതാക്ക്. ഇനി ഞാൻ കള്ളന്മാരെ പിടിക്കുന്ന പണി ചെയ്യില്ല. ഈ സൈസിൽ നിന്നോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. മഹാരാജാവേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. അതെ, എന്നെ ഒന്ന് വിട്ടേക്ക. നിങ്ങക്ക് എന്താണോ വേണ്ടത് അത് ഇവിടുത്തെ ഞാൻ സത്യമാണ് ഈ പറയുന്നത്. എന്റെ കണ്ണിലുള്ള കണ്ണീര് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ദയവ് ചെയ്ത് എന്നെയും എന്റെ കൂടുതലുള്ള ആളുകളെയും വലുതാക്കി മാറ്റുന്നേ. അതെ ബോസ്, ഒന്ന് വേഗം വേണം. എന്നെ ഒന്ന് വേഗം വലുതാക്കുന്നുണ്ടോ? എനിക്ക് ഈ സൈസിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്ന. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നേ. രക്ഷിക്കൂ. നിങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയാണെന്ന് തോന്നില്ല. അതെ ബോസേ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. ഇപ്പൊ തന്നെ ഇവരെ രണ്ടുപേരെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം. എന്റെ തോക്ക് ഇവിടെ ഇടാ ഗിർക്കട്ടെ. വേഗം നടക്കട്ടെ, വേഗം 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 ചെന്നവരെ പിടിക്കേ. നിങ്ങളെ ഞാനിത് വിടില്ല.
ഇല്ല. അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ? എന്റെ അമ്മ. ഇനി എന്റെ കളി ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ ഇവിടെ മുഴുവൻ പുകയാണല്ലോ. ശിവ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി ഒന്നും ഇവിടെ നടക്കില്ല. അവര് തീർച്ചയായിട്ടും ഓക്ടോപസ് ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടു പോകൂ. ഞങ്ങൾ വേഗം അവിടേക്ക് പോയേ പറ്റൂ. നിങ്ങളെല്ലാരും എന്റെ പുറകെ വരൂ. അങ്ങോട്ട് ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെയുള്ള നീരാളികളെല്ലാം നമ്മളെ പിടിച്ച് വലിച്ചെടുക്കും. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ സമുദ്രത്തിലെ പോകും. ഇനി ആർക്കും നമ്മളെ പിന്തുടരാനാവില്ല. ഇതാണ് ആ ഒക്ടോപസ് ബ്രിഡ്ജ്. അവര് തീർച്ചയായിട്ടും ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കും പോയിരിക്കുന്നത്. നിങ്ങള് വിഷമിക്കണ്ട മഹാരാജാവേ, ഞാൻ അവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ലഡ്ഡു സിംഗ് ആരാണെന്നുള്ളത് ഞാൻ അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ലഡു സിംഗ് സാർ ഒന്ന് നിൽക്കൂ. നോ 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 നോ, എന്നെ ആർക്കും തടയാൻ കഴിയില്ലെന്നേ. അവന്മാര് നമ്മളെ കളിപ്പിക്കാൻ നോക്കിയതല്ലേ. ഞാനൊരു പാഠം പഠിക്കാൻ പോകുന്നുണ്ട്. ഇല്ല, പിന്നിലേക്ക് നോക്കുന്ന പ്രശ്നമില്ല. ഇനി എപ്പോഴും മുന്നോട്ട് തന്നെയാണ്. അയ്യോ, പുറകെ അല്ല, താഴെ. ഒന്ന് താഴോട്ട് നോക്ക്. താഴോട്ട് നോക്കാനാ പറഞ്ഞത്. താഴേക്കോ? എന്താ ആദ്യം പറയാത്തത്? രക്ഷിക്കണേ. ശിവ, ശിവ. വേണ്ട. ലഡു സിംഗ് സാർ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണേ. ഇവിടെ അനങ്ങാൻ പാടില്ല. അതെ ശിവ, അതെ 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 അതെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ പോവാണ്. ടൈഗർ പാന്തർ, നിങ്ങളോട് സയന്റിസ്റ്റിന്റെ ലാബിലെ വയറെല്ലാം കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അത് ചെയ്യാത്തേ? ഞങ്ങള് ലാബിന്റെ പുറത്ത് തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ സയന്റിസ്റ്റ് വീണ്ടും തിരിച്ച് അകത്തേക്ക് വന്നു. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? അവനാണെങ്കിൽ കുംഫു എക്സ്പെർട്ടാ. ഈ മേഡ് മെന്റസിനെ കണ്ടിട്ട് നിനക്കൊക്കെ മേടായിട്ടാണ് തോന്നുന്നത്. ഞാൻ തന്നെ ശരിയാക്കും പറഞ്ഞേക്കാം. ചെല്ല്, ആദ്യം പോയി രണ്ടുപേരും വയർ കട്ട് ചെയ്യ. ശരി ബോസ്. എന്തിനാണ് ഇത്രയും സ്പീഡ്? എന്റെ അമ്മോ, ഇവന് വട്ടാണെന്നാ തോന്നുന്നത്. പ്ലഗ് അഴിച്ചു മാറ്റാം. ഇയാളെ എന്തായതോടാ ഈ
കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പോരാടുവാൻ വേണ്ടി ഒരു സഹായം ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ശിവയുടെ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇവർ നമ്മളെ എല്ലാവരെയും പാട്ടുപാടി സന്തോഷപ്പെടുത്താൻ പോവാ. അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും കഥ തീർത്തു തരാം. വരൂ കൂട്ടുകാരെ, അടിച്ചവരെ താഴെയിടാൻ നോക്ക്. ഇതെന്തായി കാണുന്നത്? ആ അസുരൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി അവനെ ശാന്തപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അവര് രണ്ടുപേരും ഫൈറ്റിൽ ബിസിയാണ്. ഇനി ഞാൻ പേര് കെട്ടിയത് ആർക്കും തടുക്കാനാവില്ല. വെരി ഗുഡ് ടൈഗർ ഫാദർ, നിങ്ങൾ ശിവയുടെ ചേറിന്റെ വയറ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ശിവയെ കൊല്ലുന്നു തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വീണ്ടും വയറ് ഡിസ്കണക്ട് ചെയ്തോ? ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. ഷ്രിങ്കിംഗ് ഗൺ. ശിവ, ദാ നോക്ക്. ശിവ, ഇവിടെ നോക്ക്. ഷ്രിങ്കിംഗ് ഗൺ നിന്റെ മുമ്പ് തന്നെ ഉണ്ട്. അതെടുത്ത് യൂസ് ചെയ്യാ. ഓക്കേ രവ, താങ്ക് യു. നന്നായി, തോക്ക് കിട്ടി. ഞാൻ ഇനി ആ ചെയിൻ ചെറുതാക്കാൻ പോവാണ്. കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്ക് കണ്ണ് കിട്ടിപ്പോയി. ഓ, ഈ മണ്ണിന്റെ അടുത്താണ് ഗണ്ണ് കിട്ടിയത്. അല്ലെങ്കിലും ഞാൻ ശരിക്കൊരു ഭാഗ്യവാൻ തന്നെയാ. എന്റെ കയ്യിൽ തോക്കുണ്ട്. എല്ലാവരും ഇപ്പൊ തന്നെ കൈ പൊക്കിക്കോളൂ. അതെ ജയന്റ് ചേട്ടായി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ തന്നെ മര്യാദക്ക് ശിവയെ വിട്ടോളണം. ലഡു സിംഗ് സാറെ സൂക്ഷിച്ച്. നിങ്ങൾ ആ തോക്ക് ഉപയോഗിച്ച് എന്നെ ഷൂട്ട് ചെയ്യല്ലേ? ഇല്ല ശിവ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ ജയന്റിന്റെ മീതെ വെടിവെക്കാൻ പോണ്. താങ്ക് യു ലഡു സിംഗ് സാർ. വെൽക്കം ശിവ. എന്താ അതിന് പറ്റിയത്? ഇതെന്താ തോക്ക് പൊട്ടാത്തത്? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? തോക്ക് കേടായത്. അതെ, ഇതിലത്തെ ഏത് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യേണ്ടത്? ചെറുതായി നമ്മളെ വലുതായിരിക്കുന്നു. വീണ്ടും ചെറുതായി. ഞങ്ങൾ എന്തിനാണ് ചെറുതാക്കിയത്? നോക്കി ചെയ്തോണ്ടായിരുന്നോ? എനിക്ക് എന്റെ മാമയുടെ അടുത്ത് നിർത്ത്. ഇതെന്താ നിർത്താൻ പറ്റാത്തത്? ആരെങ്കിലും ഒന്ന് നിർത്തണേ വേഗം. കണ്ണ് ശരിയായല്ലോ. ഇതെന്താ എവിടെ പോയി എല്ലാരും? ശിവ, ശിവ, നിങ്ങളിത് എവിടെയാ പോയിരിക്കുന്ന? ഇതെന്താ തോക്ക് വീണ്ടും പൊട്ടാൻ തുടങ്ങിയല്ലോ. ഈ തോക്കോട്ട് പൊട്ടിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇതെങ്ങനെ നിർത്തുന്നെന്ന് അറിയുന്നില്ല. എന്താ ചെയ്യാ? അതെ രക്ഷിക്കണേ, ഈ തോക്ക് ആരെങ്കിലും നിർത്താൻ നോക്ക്. ഇപ്പൊ കളി ഞാൻ കാണിച്ചുതരാം. അങ്കിൾ, ഈ തോക്കെടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നത്? അതെന്റെ അടുത്ത് തരൂ. ഇതെന്റെ തോക്കാണ്. അതിങ്ങ് തരൂ. മര്യാദയ്ക്ക് താ. ഇല്ല, തരില്ല. എന്തായി കാണിക്കുന്നത്? എന്നെ നോക്കി ഉന്ന വെക്കല്ലേ. നിർത്താൻ.
അതെ ശിവ, ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ ജോലി പോകുന്നാക്കി തോന്നുന്ന. അതെ, ഞാൻ വീണ്ടും വലുതായി. ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്ന. ഇതെന്താ വീണ്ടും ഞാൻ ചെറുതായി പോയല്ലോ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആദ്യം ചെറുതാക്കും, പിന്നെ വലുതാക്കും, പിന്നെ വീണ്ടും വലുതാക്കും, പിന്നെ വീണ്ടും ചെറുതാക്കും. എന്തിനൊന്ന് ചെയ്യേ. ഒന്നുകിൽ വലുതാക്ക്, അല്ലെങ്കിൽ എന്നെ ചെറുതാക്ക്. ഞാൻ നിങ്ങളോട് മിണ്ടാൻ പോകുന്നില്ല. സോറി ലഡ്ഡു സിംഗ് സർ. ഇപ്പൊ എങ്ങനെ പറ്റിയത്? താങ്ക് യു ശിവ. ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലടാ. തോക്ക് പിടിച്ച് കാണിക്കാം. നമ്മളുടെ ഗ്രാമം ഈ അസുരന്മാരുടെ കയ്യിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. ഇവിടുത്തെ രക്ഷപ്പെട്ടല്ലേ നമുക്ക് ഇഡലി ദോശയൊക്കെ തിന്നാൻ പറ്റും. വേഗം വാ. ഞാൻ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളോട് ക്ഷമിക്കടേ ശിവ. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ പ്ലീസ്. താഴെ ഇറക്ക് ശിവ. ഹലോ ഹലോ സയന്റിസ്റ്റോ, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്നും തിരികെ വരണം. സയന്റിസ്റ്റ് സാറേ, പോലീസിനോട് പറഞ്ഞ് ഇവരെ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചിടാൻ പറയൂ. ഓക്കേ, ഡോണ്ട് വറി, അവരുടെ ആളുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പോലീസിൽ ഏൽപ്പിക്കാന്നേ. വളരെ നല്ല കാര്യം ശിവ, വളരെ വളരെ നല്ല കാര്യം. നീ ശരിക്കും ധൈര്യശാലി തന്നെയാ. മഹാരാജാവ് കഗാസ, പ്രിൻസ് റോമി, ഞങ്ങൾ തിരികെ പോവുകയാണ്. ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്, ഇവിടേക്ക് തിരിച്ചു മാറും വരില്ല. കാരണം ഞങ്ങൾ ആ മിഷൻ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. വളരെ നല്ല കാര്യം ശിവ, നീ വളരെ നല്ല ധൈര്യമുള്ള ചെറുക്കനാണ്. നീമാരെ കൂട്ടിക്കൊണ്ട് പോക്കോ. നീ പോയിക്കോ, പക്ഷെ നിന്റെ ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ബൈ പ്രിൻസ്, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃബന്ധം ഒരിക്കലും മറക്കില്ല. ഹലോ ഹലോ സയന്റിസ്റ്റ്, ഞങ്ങൾ തിരികെ വരാൻ റെഡിയാണ്.
പോയിട്ട് വരൂ ശിവ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ പറഞ്ഞ കുറ്റക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നു. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. പ്ലുനോട്ടോറിക്കകത്ത് ഒരുപാട് കറങ്ങി നടന്നല്ലോ. വന്നേ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ജയിലിനകത്ത് കറങ്ങി നടക്കാം. അതെ, അവിടെ ഞങ്ങള് വെച്ചിരിക്കുന്ന തന്തൂരി അടുപ്പേ നിങ്ങളെ സ്വാഗതം ചെയ്യും. വന്നേ, നമുക്ക് പോകാം. ഓ, ജയിലിലേക്കായിരുന്നോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇവനെയൊക്കെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? നാശം. ജയിൽ പുള്ളിയായി, രാജാവായി, കോടീശ്വരനായി, വലിയ പണക്കാരനായി. മതിയടാ, മതിയാക്ക്. ഇനിയെങ്കിലും നീ ഒന്ന് നോർമലാക്. ഒന്ന് മാറി തുലയടാ. വേണ്ട, ഇപ്പൊ നോർമൽ ആയില്ലേ? ശിവ, ഒരുപാട് നന്ദിയുണ്ട്. നീ ഈ ലോകത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഈ മെഷീൻ ഇപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ലഡ്ഡു സിംഗ് സാറേ, അതിനു മുമ്പായി എനിക്ക് വേറൊരു കാര്യം ഡിസ്ട്രോയ് ചെയ്യാനുണ്ട്. അതിന് നിങ്ങളുടെ പെർമിഷൻ ആവശ്യമാണ്. ആഹാ, എന്തുകൊണ്ട് ചെയ്തൂടാ? അല്ല, എന്താ ചെയ്യാൻ പോണ്? നമ്മളെ ഇഡ്ലിയുടെ ദോശയുടെ ചമ്മന്തി ആക്കിയല്ലോ ഇയാള്. Watch India's largest kids library only on Jio Hotstar. Download the app now.